ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് 5-6 മാസമായെങ്കിലും സ്കൂളൊക്കെ തുറന്നിട്ട് കുറച്ചല്ലേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഒരു കലണ്ടർ ഉണ്ടാക്കിയാലോ? ഇനി അങ്ങോട്ട് കുറച്ച് അടുക്കും ചിട്ടിയെടുക്കെ ഒന്ന് പോട്ടേന്നേ. അതിന് വേണ്ടിയിട്ട് ബേസ് റെഡിയാക്കാനായിട്ട് ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കുക. ഞാനിവിടെ മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട്. ആ മെഷർമെന്റിൽ നമുക്ക് മടക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. പേടിക്കണ്ടെന്നേ, എങ്ങനെ മടക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. മെഷർമെന്റ് ഇങ്ങനെയാണ് വരുന്നത്: 4 10 10 4 2. ഈ ഒരു അളവിൽ നമ്മുടെ പേപ്പറിലൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ലൈൻസിലൂടെ നല്ല ഷാർപ്പായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ കാണിച്ചു തരുന്നത് പോലെ മടക്കുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2 സെന്റിമീറ്റർ എടുത്ത് മടക്കിയ ഒരു വശം ഉണ്ടായില്ലായിരുന്നോ? ആ ഒരു പോർഷൻ ഞാൻ ഈ കാണിച്ചു തരുന്നത് പോലെ നമുക്ക് കവർ ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ എനിക്ക് ഈ ക്രാഫ്റ്റ് ചെയ്തതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഈ ഒരു പ്രോസസ്സ് ശരിക്കും ഒരു സാറ്റിസ്ഫാക്ടറി ആണ് കേട്ടോ. ഇതൊരു കളർ മിക്സിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ലാവൻഡർ കളർ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റും ബ്ലൂവും പിന്നെ റെഡ് കളറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു കളർ കിട്ടും. ഈ ഒരു കളർ നമുക്ക് ലൈറ്റ് കളർ ആക്കണമെങ്കിൽ കുറച്ച് വൈറ്റ് കളറോട് മിക്സ് ചെയ്താൽ മതി. ഡാർക്കർ ആക്കണമെങ്കിൽ റെഡും ബ്ലൂവും കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ കളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ബേസിൽ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തൊരു 3 പീസ് പേപ്പർ നമുക്ക് ആവശ്യമുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതെന്തിനാ ഈ ഒരു പീസ് പേപ്പർ എന്ന് വെച്ചാൽ, നമ്മുടെ കലണ്ടറിലെ ഡേറ്റ്സ് മന്ത്സ് ഒക്കെ ഇല്ലേ, അത് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസസ് ആണിത്. അപ്പോൾ ഈ ഹോൾഡേഴ്സ് 3 അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ബേസിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇവിടെ ഡേറ്റ്സ് എഴുതാനായിട്ട് ഞാൻ കുറച്ച് A4 ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒട്ടിച്ചെടുത്ത ഹോൾഡേഴ്സ് ഇല്ലേ, അതിനേക്കാളും കുറച്ചും കൂടി ലെങ്ത്ത് വിടുത്ത ഒരു പൊടിക്ക് കുറഞ്ഞ പേപ്പേഴ്സ് ആയിരിക്കണം അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ടത്. പിന്നെ ഇയറും എഴുതി തലപ്പത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ലാവൻഡർ തീം വന്നതുകൊണ്ട് ലാവൻഡർ ഹാർട്സ് ഒട്ടിച്ചു കൊടുത്ത് നമ്മുടെ കലണ്ടർ ഇവിടെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എങ്ങനെ ലൈക്കും കമൻറ്റും ചെയ്യില്ലേ?